അങ്ങോട്ട് നോക്കിക്കേ. നിങ്ങളത് നോക്കിക്കണ്ട, അവന് അത് കളക്ടർ പോലീസ് വരുമ്പോ അവർ നോക്കി. ഇതെന്താ കാണിക്കണേ? ഇവിടെ എന്താ പരിപാടി? ഇവിടെ ബോധവൽക്കരണ സെമിനാറാ. എന്താ സാധനം? ബോധവൽക്കരണോ? അതെന്ത് സാധനം അത്? അതെ, നിന്നെ പോലെ ബോധം ഇല്ലാത്തവർക്കുള്ള സെമിനാറല്ല, ഇത് ബോധം ഉള്ളവർക്കുള്ള സെമിനാറാ. കുറച്ചേക്ക് തന്നേരെ. എന്ത് ബോധം? നീ ഒന്നും മിണ്ടാതെ വീട്ടിൽ പോയിക്ക രാജേഷ. ഒന്നുമല്ലെങ്കിൽ ഇന്നലെ കൊച്ചു പഠിക്കുന്ന സ്കൂളല്ലേ ഇത്? ഇങ്ങനെയാണ് ഒരു സ്കൂളിന്റെ വാതിക്ക് വരുന്നത്. ഇന്നിവിടെ കളക്ടർ വന്ന ദിവസാ, കൊളാക്കരുത്. കളക്ടറാ എന്ന് ഞാനും വരാം. എന്താ ഇത്? എന്തായി കാണിക്കണേ? ആകെ കൊളാക്കി. എന്താ ഇത്? നശിപ്പിച്ചു. എന്താ ഇത്? ടീച്ചറെ ഒന്ന് മാറിക്കേ. എണീക്കങ്ങോട്ട് എണീക്ക്. ആകെ നശിപ്പിച്ചു. പോ. ടീച്ചറെ, പ്രാർത്ഥനയ്ക്കുള്ള കുട്ടികൾ റെഡിയല്ലേ? അവർ ഓൾറെഡി സ്റ്റേജിന് പുറകിലുണ്ട്. കളക്ടർ വരാൻ ലേറ്റ് ആവും. പരിപാടി തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങാം. സാറേ, അവിടെ ഒന്ന് അനൗൺസ് ചെയ്യൂ. ഓ, ഞാനത് മറന്നു. നമ്മളെ അവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കളക്ടർ ദർശന IAS ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിന്ന ഹർഷാരവത്തോടുകൂടി നമുക്ക് നമ്മുടെ പ്രിയങ്കരിയായ കളക്ടർ മാഡത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം.
നമ്മുടെ പരിപാടികളുടെ ഭാഗമായി ആദ്യമായി ഈശ്വര പ്രാർത്ഥന ചെല്ലുന്നതിന് വേണ്ടി നമ്മുടെ വിദ്യാർത്ഥിനികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ബോധവൽക്കരണ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടർ ഡോക്ടർ ദർശനയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ജില്ലാ സംസ്ഥാനതല കലാമത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്കുള്ള അവാർഡ് വിതരണം നടക്കുകയാണ്. ആദ്യമായി നമ്മുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച് അന്താരാഷ്ട്ര പഞ്ചഗുസ്തി മത്സരത്തിൽ ഗോൾഡ് വിന്നറായിട്ടുള്ള ആരാധ്യ സുരേഷിനെയും ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കളക്ടറെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട കളക്ടർ നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയ കുഞ്ഞുമക്കളെ, രക്ഷിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഇന്റർനെറ്റ് ബോധവൽക്കരണ സെമിനാറിനോടനുബന്ധിച്ച് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇന്റർനെറ്റ് യുഗത്തിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇത്തരം ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും കടന്നു വന്നത്. ഇന്ന് പഠിക്കാനുള്ളതെല്ലാം ഓൺലൈൻ വഴിയായതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും ഫോൺ ഉണ്ടായിരിക്കും, അല്ലേ? ഞാൻ മക്കളോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. എല്ലാവർക്കും മൊബൈൽ ഫോൺ ഉണ്ടോ? മക്കൾ മൊബൈൽ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് ഉപയോഗിക്കാറ്? യൂട്യൂബ്, വാട്സ്ആപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഷെയർ ചാറ്റ്. ഓക്കെ, എല്ലാം നല്ലതാണ്. ദൂരത്തിരിക്കുന്നവരെ കാണാനും സംസാരിക്കാനും വിശേഷങ്ങൾ അറിയാനും അതുപോലെ തന്നെ നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനുമുള്ള ആപ്ലിക്കേഷൻസുകൾ വരെ ഉണ്ട്, അല്ലേ? മക്കൾക്ക് കഥ കേൾക്കാൻ ഇഷ്ടാണോ? എങ്കിൽ കളക്ടർ ആന്റി ഒരു കഥ പറഞ്ഞു തരട്ടെ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്
അതിമനോഹരമായ കാടും പുഴകളും തോടുകളും എല്ലാമുള്ള വളരെ മനോഹരമായൊരു ഗ്രാമം. പൊന്നൂസേ, മോളെ, ഇന്ന് റിസൾട്ട് വരുന്ന ദിവസല്ലേ? എഴുന്നേറ്റേ ഉറങ്ങല്ലേ? മോളെ, റിസൾട്ട് നോക്കാൻ പോണ്ടേ? അയ്യോ അമ്മേ ചായ. പോയിട്ട് കുടിക്കടി. കെട്ടിക്കാറായി. 10 മണി ആയിട്ട് എഴുന്നേറ്റിട്ടില്ല. എന്റെ മോളെ നീ കുറ്റം പറയില്ലട്ടാ. കൊഞ്ചിച്ച് വഷളാക്കി വെച്ചിരിക്കോ കൊച്ചിനെ. ഒന്ന് പോടി. എന്റെ കൊച്ചും പിടിക്കുക. അവള് പഠിച്ചു വല്ല ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ ആരെങ്കിലുമൊക്കെ ആയാൽ മതി. അല്ലാതെ നിന്നെ പോലെ അടുക്കള നിരങ്ങാനുള്ളതല്ല. ഓ, അല്ലെങ്കിൽ നിങ്ങൾ അച്ഛനും മോളും ഒന്നാ. എനിക്കൊന്നും വന്ന് പഠിക്കാൻ സാഹചര്യം ഇല്ലാഞ്ഞിട്ടാ. ഓ ഒന്ന് നിർത്തുവോ? അല്ലെങ്കിൽ എൻ്റെ അച്ഛന് മാത്രം എന്നോട് സ്നേഹമുള്ളൂ. സുഖേ, എടാ സുഖു, സുഖേ. ആ എന്താടാ ഇന്ന് പിള്ളേരെ റിസൾട്ട് വരുന്ന ദിവസമല്ലേ? ഓർത്തിട്ട് ഒരു സമാധാനമില്ല. അതൊക്കെ ശരിയാവൂടാ. കൊച്ചാ, അച്ഛൻ എന്തി? മോളെ അവളെ അകത്തുണ്ട്. അച്ഛൻ ഞാൻ ഇപ്പൊ വരാവേ. എടി അച്ചു, എടി എഴുന്നേക്കടി. റിസൾട്ട് നോക്കാൻ പോണ്ടേ? എണീക്കടി അച്ചു, എഴുന്നേക്ക്. എന്താണ്? ആ പൊന്നു, നിങ്ങളെപ്പോഴാ റിസൾട്ട് നോക്കാൻ പോകുന്നത്? ഞങ്ങളിപ്പോ പോവും ചെറിയമ്മേ. എനിക്ക് ഒരു സമാധാനവും ഇല്ല. ഈ അമ്മേന്റെ ഒരു പേടി. അതിനെന്താ കുഞ്ഞമ്മേ, ഞങ്ങക്ക് പേടിയൊന്നുമില്ല അല്ലേടി? അതെ, ഈ അമ്മ വെറുതെ ടെൻഷൻ ആവുക. എല്ലാവരുടെയും സമ്മാനത്തിന് വേണ്ടി നമുക്ക് പോയിട്ട് വരാം അല്ലേടി? എന്നാ വേഗം എണീറ്റ് റെഡി ആവുക. രണ്ടാളും പോയിട്ട് വാ. അയ്യോ വാ. അച്ചു, മോനെ കുട എടുത്തിട്ട് പോകും. ഏത് അച്ഛൻ്റെ ആ കീറിയ കൊടേ? എനിക്കൊന്നും വേണ്ട. കീറിയ കൊടേ? ഓ, അമ്മയുടെ മോള് തന്നെ. എന്നാ ഞങ്ങൾ പോയിട്ട് വരാവേ. മക്കളെ സൂക്ഷിച്ചു പോണോട്ടോ. ഈ അച്ഛനെന്താ? ഞങ്ങൾ ആദ്യമായിട്ട് നല്ലല്ലോ പോകുന്നേ. പോവാണേ. ടാറ്റ. എന്ത് മഴയാണത്? നീ ആ മഴയത്തിരിക്കാതെ അകത്തേക്ക് കയറിയിരിക്കും. ആ ബാക്കിയുള്ളവൻ പിള്ളേരെ പഠിപ്പിക്കുന്ന കാര്യം ആലോചിച്ചിട്ടാ. എനിക്കും അത് തന്നെ ആവലാതി. ആ, നിങ്ങൾ എന്തിനെങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എപ്പോഴും പിള്ളേരെ പഠിപ്പിക്കണമെന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നടന്നോളും. വെറുതെ എന്തിനാ? എന്തു വഴി? ഈ നിലയ്ക്ക് മഴ നിന്നാ എന്താ ചെയ്യാ? ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകൂല. നീ മഴയുടെ കാര്യം പറഞ്ഞിട്ടാണ്ട് വാ, നമുക്ക് പോവാം. എന്തൊരു മഴയല്ലോടി. ആ പിള്ളേര് കണ്ടില്ലേ പോയത്? ഒരു കൊടയായിട്ടാ പോയത്. ചേച്ചി വാ, ചായ കുടിച്ചിട്ട് പോ. ഓ ഇല്ലടി, എനിക്ക് പിടിപ്പത് പണിയുണ്ട്. ഓ ബിന്ദു, ആ ചേച്ചിയോ? ഓ, ഞങ്ങള് പിള്ളേരുടെ കാര്യമൊക്കെ പറയുമായിരുന്നു. പിള്ളേരുടെ എന്ത് കാര്യ? ചേച്ചി അറിഞ്ഞില്ലേ? പിള്ളേര് പ്ലസ് 2 പാസ്സായി. ആ അയ്യോ, അതെ, നല്ല സന്തോഷമുള്ള കാര്യമാണല്ലോ. ആ, ഇനിയും ചെലവൊക്കെയാ ചേച്ചി. ഇനി പിള്ളേരെ വെളി വിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യണ്ടേ? എല്ലാം ചെലവാ. അത് ശരിയാണ്. ആ, ഇനിയൊന്നും പറയാനില്ല. ചെലവ് കൂടി. ആ, എന്തായാലും മക്കളെ നന്നായി പഠിപ്പിക്കേ. ദേ അച്ഛൻ വന്നു. അച്ഛാ. എന്നാ ശരി, ഞാൻ ഇറങ്ങാം. ആ അച്ഛാ, അച്ഛാ, ഞങ്ങളുടെ റിസൾട്ട് അറിഞ്ഞോ? ഞങ്ങള് ജയിച്ചു അച്ഛാ. ഫുൾ
സന്തോഷമായോ? സന്തോഷായി. ഞാൻ പറഞ്ഞില്ലേടാ നമ്മളെ മക്കൾ ജയിക്കുന്നു. രക്ഷപ്പെട്ടോട് നമ്മള് രക്ഷപ്പെടാണ്ട് എവിടെ പോവാൻ? നല്ല മാർക്കൊക്കെ ഇല്ലേ? നമ്മളെ മക്കൾ ജയിച്ചു നിൽക്കണം. എല്ലാവർക്കും സന്തോഷായില്ലേ? പിന്നെ ഈ പേടിയൊക്കെ മാറിയില്ലേ? സന്തോഷമായില്ലേന്നോ? പക്ഷെ ഞങ്ങൾക്ക് ട്രീറ്റ് വേണം. നമുക്ക് എന്താ വേണ്ടത്? ഐസ്ക്രീം. അതോ ആണോ? പൊന്നൂനോ? ഐസ്ക്രീം. പിള്ളേര് പറഞ്ഞു കേട്ടില്ലേ? പിന്നെ എന്താന്ന് വെച്ചാ മേടിച്ചു കൊടുക്കണം. എന്തിനാ ഏട്ടാ കരയണേ? സന്തോഷിക്കും. സന്തോഷ കണ്ണീരാ. കേട്ടില്ലടാ നമ്മുടെ പിള്ളേര് പറയണത്. വാ, പോവാം. ഓക്കെ. ശരി ശരി ശരി. ടാറ്റ. വാ. സുഖു നീ എന്തായാലും എവിടെ വന്ന് നടക്കണേ? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. എന്തു പറ്റിയടാ? ഞാനിങ്ങനെ ഓരോന്നോർത്ത് നാളെ മക്കളെ വിടണ്ടാ. പൈസക്ക് കുറെ ഓടിടാ, ഒന്നും ശരിയായില്ല. ഭാര്യയുടെ കെട്ടുകാലി അങ്ങോട്ട് വിറ്റൂടാ. അല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വഴിയൊന്നും കണ്ടി. നമ്മുടെ ഈ ദാരിദ്ര്യം എന്ന് തീരൂടാ. അതിനല്ലേടാ നമ്മളെ മക്കൾ പഠിക്കാൻ പോണത്. അവർ പഠിച്ച് നല്ല വലിയ നിലയിലെത്തും. നമ്മുടെ കഷ്ടപ്പാടും തീരും. നീ എണീറ്റേ വാ, നമുക്ക് വീട്ടിൽ പോവാം. സുഖേ റെഡിയായില്ലേടാ? ബിന്ദുവേ അവരെത്തി. ആകെ ഒരു പരിവശം, കയ്യിൽ കാശില്ല. കാശിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ റെഡിയാക്കിയല്ലേടാ, പിന്നെ എന്തിനാ ടെൻഷൻ? സീതേ ഇന്ന് വരുമോ? ഞാൻ റെഡിയായി. അച്ചു ആ വാ നമുക്കൂടെ ഇരിക്കാം. നിങ്ങളാണല്ലോ ന്യൂ അഡ്മിഷൻ. കയറി വാ. വാ വന്നോളൂ. വാ മോനെ നടക്ക്. അച്ഛൻ എവിടെ ഇരിക്കുന്നേ? ഒന്നുമില്ല മോനെ. വാ പോയിക്കോളൂ. പോയിട്ട് വരാം. ഞങ്ങളും വരാം. അമ്മ പോവല്ലേ? ആ മക്കളെ നിങ്ങൾ പൊക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. കുഴപ്പമില്ല.
ഇതാണ് നിങ്ങളുടെ റൂം. വേറെ 3 കുട്ടികളും കൂടെ ഉണ്ട് ഇവിടെ. വിഷമിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. ശരി. അച്ഛനൊന്ന് വിളിച്ചു നോക്കിയേ. അച്ഛൻ എടുക്കുന്നില്ലല്ലോ. വണ്ടിയിലായിരിക്കും, എടുക്കാൻ പറ്റിട്ടുണ്ടാവില്ല. ഓ, നിങ്ങളാണോ പുതിയ പഠിപ്പിസ്റ്റുകൾ? ഇവറ്റങ്ങളെ കണ്ടിട്ട് ഇവരാ ദാരിദ്ര്യം കണ്ടുപിടിച്ചെന്ന് തോന്നുന്നു. ഞങ്ങൾ പാവങ്ങളാണ്. ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഓ, പാവപ്പെട്ടവര്. ഞങ്ങളുടെ കൂടെ ജീവിക്കണമെങ്കിൽ അത്യാവശ്യം ഒരുങ്ങിയിട്ടിരുന്ന. ഇതെന്തോന്ന് കോലവായത്. നോക്കേടി നിങ്ങളുടെ ഫോൺ. ജാബുവിന്റെ കാലത്തുള്ള ഫോണ് വെച്ചോ. നിങ്ങളിത് എങ്ങോട്ടാ? ഞങ്ങളും വരുന്നുണ്ട്. എങ്ങോട്ട്? ഈ കോലത്തിലോ? ഞങ്ങളുടെ കൂടെ ഒന്നും വരണ്ടേ ഈ കോലത്തില്. നിങ്ങൾക്ക് വേണ്ടത് ഇതിലുണ്ടോ നോക്ക്. അന്നേ ഞാൻ പറഞ്ഞ ഈ കോലത്തിലൊന്ന് ഞങ്ങളുടെ കൂടെ വരണ്ടാന്ന്. ആ, ഇപ്പൊ ഓക്കെ. അങ്ങനെ ഞങ്ങളുടെ വഴിക്ക് വാ. എന്നാ വാ പോവാം. അച്ഛാ, എന്താ മോളെ? ഞങ്ങളൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ മോളെ പറഞ്ഞോ? അതെ, ഞങ്ങൾക്കൊരു ഫോൺ വേണം. ഫോണോ? ഒരെണ്ണുണ്ടല്ലോ. അതല്ല, പിന്നെ ഒരു ക്യാമറ ഫോൺ, വാട്സപ്പ് ഒക്കെ ഉള്ളേ. ക്യാമറ ഫോണോ? മോനെ, അച്ഛനൊക്കെ ഇപ്പൊ പണിയില്ലാത്തോണ്ടല്ലേ. അതൊന്നും ഞങ്ങൾക്കറിയണ്ട. കൂട്ടുകാരെ കളിയാക്കലായിട്ട് മടുത്തു. കൊച്ചാ, എന്തേ മോനെ? എന്റെ അച്ഛനോടും കൂടി ഒന്ന് പറ. അച്ഛൻ പുറത്തേക്ക് പോയേക്കാണല്ലോ മോനെ. ഇപ്പൊ പഠിക്കാനുള്ളതെല്ലാം ഫോണിലാ വരുന്നത്. ആയിക്കോട്ടെ, അച്ഛനമ്മക്ക് പണിയില്ല, അതുകൊണ്ടല്ലേ. ഞങ്ങക്ക് രണ്ടാക്കൂടെ ഒരു ഫോൺ മതി. ഫോൺ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പ് നിർത്തിട്ടോ. അയ്യോ മക്കളെ, അങ്ങനെ പറയില്ലേ. എന്തായാലും നിങ്ങൾ പഠിപ്പിൻ്റെ കാര്യമല്ലേ. അച്ഛൻ നോക്കട്ടെ കേട്ടോ. ആ, ശരി അച്ഛാ. ചിലപ്പോ കിട്ടായിരിക്കും. അച്ചു, ഫോൺ ചോദിക്കണ്ടായിരുന്നു. നാണം കിട്ടിട്ട് എങ്ങനെയാടി? എന്നാലും അച്ഛന് പണിയില്ല എന്ന് പറഞ്ഞപ്പോ. ഓ പിന്നെ, നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അവർ നടത്തി തരും. എന്നാലും ഒരെന്നാലും ഇല്ല. നീ പോയി പഠിച്ചേ.
എടാ മക്കൾക്ക് ഇപ്പോൾ ഒരു ഫോൺ വേണമെന്ന് പറയണ്ടല്ലോ, എന്താ ഇപ്പം ചെയ്യുക? ഒരെണ്ണം ഉണ്ടല്ലോ, അത് ക്യാമറ ഉള്ളത് വേണമെന്ന്. അതിനൊത്തിരി പൈസയാവില്ലേ? അറിയില്ല. എൻ്റെ പൊന്നു രവി, ഒരു പണിയില്ല. വീട്ടിലാണെങ്കിൽ കഞ്ഞി വയ്ക്കാൻ അരിയില്ല. ഈ അവസ്ഥയിൽ എങ്ങനെ ഒരു ഫോൺ ഉണ്ടാക്കി കൊടുക്കുക? റേഷൻ കടയിൽ അരി മേടിച്ചിരിപ്പുണ്ട്, ഞാൻ എടുത്തുതരാം, അന്ന് വരുമ്പോൾ കൊണ്ടുപോക്കോ. ആ അതേ നടക്കുള്ളൂ. അതിന് ഇത്തിരി വാങ്ങുമ്പോൾ തിരിച്ചു തരാം. എന്നാലും മക്കൾക്കൊരു ഫോൺ മേടിക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ്. അതിന് ദൈവം ഒരു വഴി കാണിച്ചു തരൂടാ. ആ ശരി. ഹലോ സാറേ, ഞാൻ പേപ്പറിൽ പരസ്യം കണ്ടിട്ട് വിളിക്കണതാ. ആണോ? ആ പറ. എൻ്റെ OH നെഗറ്റീവാ ബ്ലഡ് ഗ്രൂപ്പ്. ഞാൻ തരാം സാറേ ബ്ലഡ്. നിങ്ങൾക്ക് എപ്പോഴാണ് വരാൻ പറ്റുക? ഞങ്ങൾ മറ്റന്നാൾ രാവിലെയാണ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തിരിക്കുന്നത്. സാർ പറഞ്ഞോളൂ. അത് ഒന്നും തോന്നരുത്, ബ്ലഡ് ഞാൻ തരാം. പക്ഷേ പറയൂ. ഞാൻ ചോദിക്കുന്നത് തെറ്റാണെന്നറിയാം, പക്ഷേ നിവൃത്തികൾ കൊണ്ടാ. നിങ്ങൾ കാര്യം പറഞ്ഞോളൂ. മക്കളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടാ. ഒരു ഫോൺ വേണമായിരുന്നു, അതിന് എന്നൊന്ന് സഹായിക്കാമോ സാറേ? അത് ഞങ്ങൾ ഏറ്റു. ശരിയാണോ സാറേ? അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ ഇവിടെ എത്തണം. ഞാൻ രാവിലെ തന്നെ എത്തിയേക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ. ആ ഏട്ടൻ എങ്ങോട്ടാ പോകുന്നേ? ഓ, ഒരു വഴിക്ക് പോകുമ്പോൾ പുറയെന്ന് വിളിക്കല്ലേ. ഞാനൊരു ആവശ്യത്തിന് പോണതാ, വരുമ്പോൾ പറയാൻ കാര്യങ്ങൾ. അല്ലെങ്കിൽ എന്ത് ചോദിച്ചാലും പറയില്ല. പോയിട്ട് വാ. സുഖേ, ആ എവിടെയായിരുന്നു പകല് മുഴുവനും? നമ്മുടെ മക്കൾക്കൊരു ഫോൺ വേണമെന്ന് പറഞ്ഞില്ലേടാ, അത് മേടിക്കാൻ പോയതാ. ഞങ്ങളുടെ മക്കൾക്കൊരു പുതിയ ഫോൺ. ഫോണാണല്ലോ. ഇത് എവിടെന്നാ പൈസ? അതൊക്കെ കിട്ടി. വാ, നീ വാ. എന്നാ ശരി. ശരി ശരിയെന്നാ. ഓക്കെ ഓക്കെ. പാവങ്ങളല്ലേ. അച്ചു, നിനക്ക് ഫോൺ കിട്ടിയ പിന്നെ നീ ഫുൾ ടൈം ഫോണിലാ. ഏയ് ഒന്നുമില്ലടി, ചുമ്മാ ഫേസ്ബുക്ക് നോക്കുക. ഞാൻ അറിയുന്നുണ്ട്. ആരാ ഈ ജീവ? ഈ ജീവനില്ലാത്ത ആരും. ഞാൻ എല്ലാം അറിയുന്നുണ്ട്. ഒന്നുമില്ലടി, ചുമ്മാ ഫ്രണ്ട്ഷിപ്പാ. നമുക്കതൊന്നും വേണ്ടടി, നമുക്ക് പഠിച്ചാൽ മതി. വലുതായിട്ട് അച്ഛനും അമ്മയും നോക്കണ്ടേ? തുടങ്ങി. ഇതാ നിന്റെ ഒന്നും പറയാത്തത്. അച്ഛൻ നീ ആ ഫോൺ എടുത്ത് വെച്ചേ. നിനക്ക് കുശുമ്പാണ്. ഞാൻ ഒന്നും പറയുന്നില്ല.
പൊന്നു ഉറങ്ങിയോ? ഞാനങ്ങോട്ട് വരട്ടെ? ഇപ്പം കാണാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ പിന്നെ വിളിക്കില്ല കേട്ടോ. എന്നാൽ ഞാൻ പറയുന്ന പോലെ ചെയ്യേ. എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് വാ. അവളുടെ ഒരു വീഡിയോ കോൾ ലീക്കായിരിക്കണോ? ആരുടെ? നോക്കട്ടെ. അശ്വതിയോ? ഇവള് നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ. ഇതാണോടി നിനക്ക് വീഡിയോ കോളിൽ പണി? എന്താ പറ്റി? എന്തു പറ്റാ? ഇതൊക്കെ തന്നെയല്ലേ. അച്ചു പോ. അച്ചു എടി അച്ചു അച്ചു പോ. അച്ചു 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 പോവല്ലേ പറഞ്ഞത്? അച്ചു പോ. അച്ചു അച്ചു നീ ചെയ്തു. കണ്ടില്ലേ ബാലേട്ടാ, ഒരു സോഡ. ഓരോരുത്തരും മക്കളെ പഠിപ്പിക്കാൻ വിട്ട് കാശുണ്ടാക്കുക. ചേട്ടാ ഒരു 100 രൂപ ഉണ്ടാക്ക. ആ ഇപ്പം അതൊക്കെ വാങ്ങിക്കാം. കാശായല്ലോ. എന്തായാലും കൊള്ളാം, നല്ല പഠിപ്പ്. എന്തായാലും മക്കളെ കൊണ്ട് ഇങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ഞാൻ പറയുന്നതുകൊണ്ടാണ് കുഴപ്പം. നാട്ടുകാർ ഇത് മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. ഞാൻ ഈ കണ്ടത് നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുക. നീ കാണേണ്ടത് എന്റെ മോളാണ്. നമ്മുടെ മോള് ചെയ്തത് കണ്ടില്ലേ? നമ്മളെന്തിനാ ജീവിക്കുന്നത്? ബിന്ദു വെള്ളം കൊണ്ടുവാ. മോളെ കണ്ണു പിള്ളേരെ കാണുന്നില്ലല്ലോ. സീതേ, 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 രവി, രവി, ഇതെന്താ ഇത്? ജനൽ പോലും തുറന്നിട്ടില്ല. സീതേ, ഈ പിള്ളേരിത് എവിടെ പോയി കിടക്കുന്നു? അതൊന്നും തുറക്കുന്നില്ല. എവിടെ പോയെന്തോ?
ഈ കാണണ്ട പൊന്നു ഞാൻ കാരണം അച്ഛനും അമ്മയും മക്കളെ, ആന്റി പറഞ്ഞ ഈ കഥ മക്കൾക്ക് എത്രമാത്രം മനസ്സിലായി എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒന്ന് ഞാൻ പറയാം. ഒരു മൊബൈൽ ഫോൺ വഴി ഒരു കുടുംബമാണ് ഇല്ലാതായത്. എന്നാൽ മൊബൈൽ ഫോൺ ചീത്തയാണോ? അല്ല. അത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. അത്രമേൽ പ്രിയപ്പെട്ടവരാണെന്ന് വിശ്വസിച്ച് നാം കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ കാരണം സ്വന്തം അച്ഛനും അമ്മയുമാണ് അച്ഛന് നഷ്ടപ്പെട്ടത്. സ്വന്തം മാനാഭിമാനവും കുടുംബവും നഷ്ടപ്പെട്ട് മുഴുഭ്രാന്തിയായ മറ്റൊരു അച്ചു ഇനി ജനിക്കാതിരിക്കട്ടെ. അതിന് എൻ്റെ മക്കൾക്ക് നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് സർവേശ്വരൻ നൽകട്ടെ. താങ്ക് യു. ആ മനസ്സാറേ, ആ ഫയൽ എടുത്തിട്ടുണ്ടോ? അതെനിക്ക് ഇപ്പം തരണം കേട്ടോ. ആ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ചായക്കട ഉണ്ട്, അവിടെ ഒന്ന് വണ്ടി നിർത്തണം കേട്ടോ. ശരി മാഡം. ഓക്കെ. ആ ഓക്കെ. രാമേട്ടാ, എനിക്കൊരു കട്ടൻ, സാർമാർക്ക് 2 ചായ. താ. മേഡം ചായ. മേഡം ഈ ഫയൽ പൊക്കി തന്നത് ഞങ്ങളാന്ന് അറിയരുത് കേട്ടോ. മേഡം, കുഞ്ഞുകുട്ടി പ്രാതിനിധ്യമുള്ള ആൾക്കാരെ ഞങ്ങൾ. മറ്റൊരു കാര്യം, MLA-മാരും മന്ത്രിമാരും ഉൾപ്പെട്ട കേസാണത്. എനിക്കറിയാം, അത് കുഴപ്പമില്ലാന്നേ. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. ഓഫീസിൽ കൊണ്ടുപോയ മുഴുവൻ ചാരന്മാരാ, അതുകൊണ്ടാ ഫയൽ ഇവിടെ വെച്ച് വാങ്ങിക്കാന്ന് വെച്ചത്. ഓക്കെ മേഡം. നാളെ തന്നെ ഇതെല്ലാം നടപടികൾ ആരംഭിക്കും. രാമേട്ടാ, നമ്മുടെ സ്പെഷ്യലേ. കുടിക്കും.
നിങ്ങൾ പൊക്കോ. ആ. നാളെ രാവിലെ നേരത്തെ വരണം. ഓക്കെ. ഓക്കെ. മേഡം. ആ ഇതാ. താങ്ക് യു. മോളെ. ആ എന്താ സുധേച്ചി? ആ കൊച്ചി ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ കുറേ ശ്രമിച്ചു നോക്കി. ഞാൻ എന്ത് ചെയ്യാനാ? ആ സുധേച്ചി അധികം തന്നേക്ക്. ദാ. എനിക്ക് പേടിയാ. പോ, എന്റെ അടുത്ത് വരല്ലേ. എനിക്ക് പേടിയാ. പോ. കാണണ്ട, ആരും വരണ്ട. പോ, എനിക്ക് വെട്ടം കാണണ്ട. പോ, എന്റെ അടുത്ത് പോ. എനിക്ക് പേടിയാ. പോ, എനിക്ക് കാണണ്ട. പോ, എന്റെ അടുത്ത് പോ. എനിക്ക് കാണണ്ട. അച്ചു, എനിക്ക് കാണണ്ട. പോ, ഞാനാ അച്ചു. പൊന്നുവാ. പോ. പൊന്നുവാ. ഇതെന്തിനാ ഇത്രയും ബഹളം? എനിക്ക് എല്ലാരും പേടിയാ പൊന്നു. എന്തിനാ പേടിക്കണേ? ഞാനില്ലേ? വാ. വാ. ദേ ഇവിടെ ഇരിക്ക്. ഇതെന്താ നമ്മുടെ റൂമൊക്കെ ഇങ്ങനെ വലിച്ചു വരിട്ടിരിക്കണേ? ദേ നോക്കിയേ, ഒന്നും കഴിച്ചില്ല അല്ലേ? ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കണ്ടോ? ഇതെന്താ നോക്കിയേ? എന്തുവാ? ഹായ് മസാല ദോശ. എന്താ നിനക്ക് തന്നെയാ? പൊന്നെന്തിനാ കരയണേ? കരയണ്ടാട്ടാ. ഇനി നമുക്ക് കുളിക്കാം. വാ വാ. കേറ്. എങ്ങനെ സുന്ദരിയാക്കി തന്നിട്ടും കാര്യമൊന്നുമില്ല. ആ ഇപ്പൊ സുന്ദരി. ഇനി വാ. എങ്ങോട്ടാ? മതി, ഈ റൂമിനുള്ളിൽ തന്നെ ഇരുന്നത്. കുറച്ച് വെളിച്ചം കൊണ്ടിട്ട് വരാം. വാ, എനിച്ചു വാ. വാ വാ. ഇവിടെ ഇരിക്കേ. വാ ഇവിടെ ഇരിക്കേ.
ചൂ